നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസിലെ ആർട്ടിക്കിൾസ് ആണ്. There is ഫസ്റ്റ് ആർട്ടിക്കിൾ 2.43 lakh CAPF personnel recruited in the past 5 years says അമിത് ഷാ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിന്റെ പശ്ചാത്തലമായിട്ട് വന്നിരിക്കുന്ന യൂണിയൻ ഹോം മിനിസ്റ്ററിന്റെ വാർത്തയാണ്. 2.43 lakh CAPF പേഴ്സണലിനെ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ റിക്രൂട്ട് ചെയ്തിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള എന്താണ് ഈ CAPF അഥവാ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും CAPF ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ കുറിച്ചൊരു വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ CAPF എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ഈ ഒരു ടോപ്പിക്ക് വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിഫൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്ന ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറെക്കുറെയും ഈ CAPF കുറിച്ചിട്ട് വാർത്തയിൽ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ CAPF എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു കളക്റ്റീവ് നെയിമാണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്ത്യയിലുള്ള സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ആൻഡ് ഇതിന്റെ അതോറിറ്റി കൃത്യമായിട്ടും വരുന്നുണ്ടാവുക മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ മിനിസ്റ്ററായ അമിത്ഷാ ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇത് കളക്റ്റീവ് നെയിം ആണെന്നുള്ള കാര്യം ആദ്യം ഓർത്തിരിക്കണം. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് നെയിം ഓഫ് ഓൾ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ് ആണ്. ഇതിനകത്ത് ഏകദേശം വരുന്നത് 7 ഫോഴ്സസ് ആണ്. 7 സെക്യൂരിറ്റി ഫോഴ്സുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അഥവാ CAPF എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം തന്നെ ആസാം റൈഫിൾസ്, അതേപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF എന്ന് പറയുന്നത്, ദെൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, ദെൻ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, ദെൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, സഹസ്ര സീമ ബൽ SSB. ഇങ്ങനെയുള്ള 7 ഫോഴ്സുകളെ ചേർത്തിട്ടാണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന ചുരുക്കത്തിൽ വിളിക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ദീസ് ആർ ഇത് പണ്ട് കാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2011 ഈ ഒരു ഫോഴ്സസിന്റെ എല്ലാം കൂടെ പേര് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് മാറ്റിയത്. ഇതിനു മുമ്പത്തെ ഇവരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് എന്ന CPMF അഥവാ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് എന്നുള്ളതായിരുന്നു ഇതിന് മുമ്പ് കാലത്തുകളിൽ ഇവരുടെ പേരെന്ന് പറയാം. ആ ഒരു വേർഡിൽ നിന്നും പാരാമിലിറ്ററി എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ പുതിയ നെയിം അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നുള്ള പേര് കൊടുത്തെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഫോഴ്സസിന്റെ ഒക്കെ തന്നെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ഗാർഡിംഗ് ദ ബോർഡേഴ്സ് ഓഫ് അവർ കൺട്രി ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് റെഫേഴ്സ് ടു 7 സെക്യൂരിറ്റി ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 7 സെക്യൂരിറ്റി ഫോഴ്സിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആൻഡ് ഓൾ ഫംഗ്ഷനിങ് അണ്ടർ ദ അതോറിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഈ 7 ഫോഴ്സുകളുടെ എല്ലാം തന്നെ അതോറിറ്റി ആര് തന്നെയാണ്? ഹോം അഫയേഴ്സ് മിനിസ്ട്രി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ ഫോഴ്സുകളെയാണ് ഇൻഡിവിജ്വലി വൈസ് ഇപ്പം ആസാം റൈഫിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSF ആയിക്കോട്ടെ, അല്ലെങ്കിൽ CISF ആയിക്കോട്ടെ, ഈ ഫോഴ്സുകളൊക്കെ തന്നെ ഹെഡ് ചെയ്യുന്നത് ഓഫീസേഴ്സ് ഓഫ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്നുള്ള കാര്യം IPS ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്നുള്ള കാര്യം കൂടി, പോലീസ് സർവീസ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യമുള്ള ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ റീസെന്റ് ഒരുപാട് വാർത്തകൾ ഉണ്ടായത്, അതായത് ഇത്തരത്തിലുള്ള ഈ സർവീസുകളിൽ എസ്പെഷ്യലി പറഞ്ഞ പോലീസ് ഫോഴ്സുകളിലൊക്കെയുള്ള സർവീസുകൾ ജോലി ചെയ്യുന്ന ആളുകളുടെ സൂയിസൈഡ് നമ്പേഴ്സ് ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു വർക്ക് ഫോഴ്സിന്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളും കാരണം റൈസിംഗ് നമ്പർ ഓഫ് സൂയിസൈഡ്സ് ഇവിടെ വരുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ അതിനെയൊക്കെ വെച്ചുകൊണ്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായിട്ട് നേരിടുന്ന ഇഷ്യൂസും കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോർഡേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ 2017 ഇങ്ങനെയുള്ള കേസുകൾ ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഈ പറഞ്ഞ പോലെ ജോലി സാഹചര്യങ്ങളൊക്കെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് കമ്മിറ്റി ഒബ്സർവ് ദാറ്റ് ദേ ഹാഡ് ടു വർക്ക്, ഈ ഫോഴ്സുകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം 16 മുതൽ 18 മണിക്കൂറാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, വിത്ത് ലിറ്റിൽ ടൈം ഫോർ റെസ്റ്റ് ഓർ സ്ലീപ്പിലേക്ക് വരുന്നു. ആൻഡ് ദ പേഴ്സൺ വെർ ഓൾസോ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റീസ് ദാറ്റ് ഹാഡ് ബീൻ പ്രൊവൈഡഡ് വിത്ത് ദ ബോർഡർ ലൊക്കേഷൻസ്. ഇവർ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു ബോർഡർ ഏരിയസിലാണ് ഇവർ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബോർഡർ ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒന്ന് ഷിഫ്റ്റിന്റെ കാര്യത്തിലേക്ക് വ്യത്യാസം വരുമ്പോഴേക്കും 16 മുതൽ 18 മണിക്കൂർ ഒരു വ്യക്തി തന്നെ ജോലി ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ദെൻ ബോർഡർ ലൊക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടങ്ങളിലേക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏകദേശം പറയുകയാണെങ്കിൽ പാരാമിലിറ്ററി എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പറഞ്ഞ ആംഡ് ഫോഴ്സസിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആംഡ് ഫോഴ്സസിന് കിട്ടുന്ന അത്തരമുള്ള പേയോ അലവൻസസ് ഒന്നും തന്നെ ഇവർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2017 ഈ പറഞ്ഞ പോലെ ഹോം മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല, ആ ഒരു തീരുമാനങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം ഈ ഇഷ്യൂസ് നമ്മുടെ ഈ ഒരു ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്റ്റിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഇഷ്യൂസ് കാരണമാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോഴ്സുകളിൽ പെടുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞ റൈസിംഗ് സൂയിസൈഡ്സ് വരുന്നത് എന്നുള്ള കാര്യം
കാര്യമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം പറയുവാണെങ്കിൽ 436 പേഴ്സൺസ് ആണ് ഈ ഒരു 2017 ഈ ഒരു സ്റ്റഡി നടത്തി, ഈ ഒരു കമ്മിറ്റി സ്റ്റഡി നടത്തിയ 3 വർഷത്തിനിടയിൽ ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്തെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ഇഷ്യൂസ് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഈ ഫോഴ്സസിന് നമ്മുടെ ബോർഡേഴ്സ് ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ട് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഈ ഇഷ്യൂസും കൂടെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട CAPFന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ അകത്തുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. അതായത് ഒരു ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഹിസ്റ്ററിയുടെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. എസ്പെഷ്യലി നമ്മൾ പല രീതിയിൽ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. തെയ്യം എന്നുള്ളൊരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോപ്പുലർ റിച്വൽ ഫോം ഓഫ് ഡാൻസ് വർഷിപ്പ് ഇൻ കേരള ആൻഡ് കർണാടക. അപ്പം കേരളത്തിലും കർണാടകത്തിലും അതേപോലെ ഈ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിച്വൽ ഫോം ഓഫ് ഡാൻസ് വർഷിപ്പ് ആണ് തെയ്യം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 1000-year-old ട്രഡീഷൻസ്, റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. The people considered തെയ്യം itself as a channel to a god and thus they seek blessings from the തെയ്യം. അപ്പോൾ തെയ്യത്തിനെ എല്ലാവരും ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഇപ്പം കേരളത്തിലാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നോർത്തേൺ കേരളത്തിന്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിച്വൽ ഫോമാണ് തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ തെയ്യത്തിനെ പലപ്പോഴും ഈ പറഞ്ഞ ആളുകൾ കാണുന്നത് ഒരു ചാനൽ ടു എ ഗോഡ് ആൻഡ് ദസ് ദ സീക്ക് ബ്ലെസ്സിങ്സ് ഫ്രം തെയ്യം. ഓക്കെ, ദൈവത്തിലേക്കുള്ള ഒരു ചാനലായിട്ടാണ് തെയ്യത്തിനെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും കാണുക. അതുകൊണ്ട് തന്നെ പീപ്പിൾ സീക്ക് ബ്ലെസ്സിങ്സ് ഫ്രം തെയ്യമാണുള്ള കാര്യം. ആൻഡ് ഈച്ച് തെയ്യം ഈസ് എ മാൻ ഓർ എ വുമൺ ഹു അറ്റൈൻ ഡിവൈൻ സ്റ്റാറ്റസ് ബൈ പെർഫോമിംഗ് ഹീറോയിക് ഡീഡ്സ് ഓർ ബൈ ലീഡിങ് എ വിർച്വസ് ലൈഫാണ്. അപ്പം തെയ്യം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ബി മാൻ ഓർ എ വുമൺ ഹു അറ്റൈൻ ഡിവൈൻ സ്റ്റാറ്റസ് ആണ് ബൈ പെർഫോമിംഗ് ഹീറോയിക് ഡീഡ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് മോസ്റ്റ് തെയ്യംസ് ആർ ബിലീവ് ടു ബി ദ ഇൻകാർണേഷൻ ഓഫ് ശിവ ഓർ ശക്തി ആൻഡ് ഓർ ദേ ഹാവ് സ്ട്രോങ് അസോസിയേഷൻസ് വിത്ത് ദിസ് പ്രിൻസിപ്പൽ ഡൈറ്റീസ് ഓഫ് ഹിന്ദുസം. അപ്പോൾ ഈ തെയ്യത്തിനെ വിശ്വസിക്കപ്പെടുന്നത് ദേ ആർ ബിലീവ് ടു ബി ദ ഇൻകാർണേഷൻസ് ഓഫ് ശിവ ഓർ ശക്തിയാണ് എന്ന് പറയുന്നത് വേറൊരു രൂപത്തിലും കൂടിയാണ്. ആൻഡ് ഓർ ദേ ഹാവ് സ്ട്രോങ് അസോസിയേഷൻസ് വിത്ത് ദിസ് പ്രിൻസിപ്പൽ ഡൈറ്റീസ് ഓഫ് ഹിന്ദുസം. ഇത്രയും കാര്യം ഈ പറഞ്ഞ പോലെ തെയ്യവുമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ചോദ്യം 2014 UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്തിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കറക്റ്റ് ആൻസർ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. 2014 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇവിടെ ഗർഭ, ഗുജറാത്ത്, മോഹിനിയാട്ടം, ഒഡീഷ, യക്ഷഗാന, കർണാടക. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഇപ്പോൾ ഓപ്ഷൻസ് ജസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വൺ ഓൺലി, ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഓൺലി ചൂസ് ചെയ്യാം. ഇനി 2ഉം 3ഉം ആണ് കറക്റ്റ് എങ്കിൽ ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. 1ഉം 3ഉം ആണ് കറക്റ്റ് എങ്കിൽ ഓപ്ഷൻ സി. ഇത് 3ഉം കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നതെങ്കിലാണ് നിങ്ങൾ ഓപ്ഷൻ ഡി ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തി ഈ പറഞ്ഞ പോലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എഡിറ്റോറിയൽ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ആൻ എക്സ്പാൻസീവ് ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഈസ് ഓവർഡ്യൂ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലാൻഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവിധ ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ ബേസിക് സെൻട്രൽ പോയിന്റ് ആണ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാടധികം ഫെസിലിറ്റീസ് ലാൻഡ് നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. എക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്, എക്കണോമിക്കൽ സപ്പോർട്ട്, സോഷ്യൽ കൾച്ചറൽ സർവീസ് ഒക്കെ തന്നെ നമുക്ക് ലാൻഡിൽ അധിഷ്ഠിതമായിട്ട് ഹ്യൂമൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ലാൻഡ് മാനേജ്മെന്റ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്നില്ലാത്ത കാരണം ഒരുപാടധികം ലാൻഡ് ഡീഗ്രഡേഷൻസും ഒരുപാടധികം നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സോ ഗ്ലോബലി നോക്കുവാണെങ്കിൽ the annual loss of ecosystem services due to land degradation has been estimated at $6 trillion ആണ്. ലോകമെമ്പാടും തന്നെ നോക്കുമ്പോഴേക്കും ഈ ഒരു ലാൻഡ് ഡിഗ്രഡേഷൻ മൂലം ഉണ്ടാകുന്ന എക്കണോമിക്കലായിട്ട് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് സംവെയർ അറൌണ്ട് $6 trillion വരുമെന്നാണ് കണക്കാക്കുന്നത്. ദെൻ ഈ ഒരു ലാൻഡ് ഡിഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടത് 2019 COP കോൺഫറൻസ് ഓഫ് പാർട്ടി 14 മീറ്റിംഗിനകത്ത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷന്റെ COP 14 ആണ്. 2019 തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്കസ് ദ പ്രോബ്ലം ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് ദ നീഡ് ടു ഫൈൻഡ് വേസ് ഓഫ് അച്ചീവിംഗ് ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി. അപ്പോൾ ഈ COP 14 ഓഫ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷന്റെ COP 14 ഈ പറഞ്ഞ പോലെ ലാൻഡ് ഡിഗ്രഡേഷനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ചർച്ച നടന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ 2019 ഈ പറഞ്ഞ പോലെ IPCC ഒരു റിപ്പോർട്ട്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഇറക്കി. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ലാൻഡ് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിന്റെ പേര്. ആൻഡ് ഇൻ ദാറ്റ് റിപ്പോർട്ട് ഇറ്റ് സജസ്റ്റഡ് കൺട്രി ലെവൽ സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. കൺട്രി ലെവൽ ഈ പറഞ്ഞ ലാൻഡ് ഡിഗ്രഡേഷനെ തടയാനായിട്ട് ഓരോ രാജ്യങ്ങളും ഇൻഡിവിജ്വലി അവരുടേതായ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു IPCCയുടെ ആ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റ്. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലാൻഡ് ഡിഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഹാസ് ഓൺലി 2.4% ഓഫ് വേൾഡ്സ് ജോഗ്രഫിക്കൽ ഏരിയ. ലോകത്തെ ഈ പറഞ്ഞ പോലെ ലാൻഡ് ഏരിയയിൽ 2.4% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ഈ പറഞ്ഞ വേൾഡ് പോപ്പുലേഷന്റെ 17% എവിടെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പോപ്പുലേഷൻ പ്രഷർ ഇവിടെ ഇന്ത്യയിൽ
ഉണ്ട് എന്നുള്ള കാര്യം. ആൻഡ് അറബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ഈസ് അറൌണ്ട് 55% ഓഫ് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ആൻഡ് ഫോറസ്റ്റ് കവർ അക്കൗണ്ട്സ് ഫോർ അനദർ 22%. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിനകത്ത് ജോഗ്രഫിക്കൽ ഏരിയയിൽ അറബിൾ ലാൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന 55% മാത്രമാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ 22% എന്താണ് ഫോറസ്റ്റ് കവർ ആണ്. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഡെസേർട്ട്, മൗണ്ടൻസ് എക്സെട്ര ആണ്. അറൌണ്ട് 30% ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഈസ് ഡീഗ്രേഡഡ് ലാൻഡും കൂടിയാണ്. സോ ദെൻ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഈ ലാൻഡ് ഡിഗ്രഡേഷന്റെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നത് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ പ്രഷറിന്റെ ഉണ്ട്. പിന്നെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ വളർച്ചയുടെ പാതയിലേക്ക് പോകുന്നോണ്ട് ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസും അർബനൈസേഷനും ഒക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ എസ്പെഷ്യലി അഗ്രികൾച്ചർ ലാൻഡുകളൊക്കെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടും ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ലാൻഡുകളൊക്കെ തന്നെ ചിലപ്പോൾ ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇങ്ങനെയുള്ള ചെയ്യുമ്പോഴേക്കും അത് കോമ്പറ്റീഷനിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻസിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് ബിറ്റ്വീൻ ഫാമേഴ്സ് ആൻഡ് ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് അതർ ലാൻഡ് റിസോഴ്സ് ബേസ്ഡ് സെക്ടേഴ്സ്. ഫാമേഴ്സിന് ഈ പറഞ്ഞ ഉപജീവന മാർഗ്ഗം പലപ്പോഴും ഈ പറഞ്ഞ നഷ്ടപ്പെടാൻ സാധ്യത. കാരണം ഇവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ലാൻഡുകളായിരിക്കും, അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന്റെ പേര് നമ്മൾ ആ കൃഷിയും കാര്യങ്ങളൊക്കെ ടേക്ക് ഓവർ ചെയ്യുമ്പോഴേക്കും ഫാമേഴ്സിന്റെ ബേസിക് ലൈവ്ലിഹുഡിനെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് പല ഡിസാസ്റ്റേഴ്സും ചിലപ്പോൾ നമ്മൾ വരും കാലഘട്ടത്തിൽ നേരിടേണ്ടതായിട്ട് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലഡ്, അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഈ പറഞ്ഞ ടെമ്പറേച്ചേഴ്സ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസിംഗ് ടെമ്പറേച്ചർ മൂലം ഡ്രോട്ട്, ഈ പറഞ്ഞ വരൾച്ച അതിശക്തമാകും. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും നല്ല രീതിയിൽ മഴയും കാര്യങ്ങളും വരുമ്പോഴേക്കും ഫ്ലഡ് ഈ പറഞ്ഞ ഒരുപാട് വരാണ്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ലാൻഡ് ഡിഗ്രഡേഷൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സയന്റിഫിക് മാനറിൽ നമ്മൾ പോയില്ല എങ്കിൽ, അൺസയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഈ ലാൻഡ് ഡിഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് വിറ്റ്നസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പം ഇതിലേക്കുള്ള വേ ഫോർവേഡ് എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ലാൻഡ് ഡിഗ്രഡേഷനെ തടയാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമുക്ക് ഡെവലപ്മെന്റും അതേപോലെ തന്നെ എൻവയോൺമെന്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് a multi-stakeholder platform should be created at the district as well as a sub-district level. But district level-ലും sub-district level-ലും ഒരു multi-stakeholder platform ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കണം? ലാൻഡ് മാനേജേഴ്സും പോളിസി മേക്കേഴ്സും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനും ബിസിനസ് ലീഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും കൂടെ ചേർത്തിട്ടായിരിക്കണം ഒരു കോമൺ ഗ്രൂപ്പ് ഫോം ചെയ്യണം. അവിടെ ഇവിടെ ചർച്ച ചെയ്യണം എങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈ ലാൻഡ് ഈ പറഞ്ഞ പോലെ അക്വിസിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിനെ അത് വലിയ രീതിയിൽ ബാധിക്കാതെ എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അത് ഡിസ്ട്രിക്ട് ലെവലിലും സബ് ഡിസ്ട്രിക്ട് ലെവലിലും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രൊവിഷൻ ഉണ്ട്. അണ്ടർ ആർട്ടിക്കൽ 243Z(d) സബ് ക്ലോസ് 1 തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടു പ്രൊവൈഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ് ടു കൺസോളിഡേറ്റ് പ്ലാൻസ് ഫ്രം പഞ്ചായത്ത്സ് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പ്ലാനിംഗ് കമ്മിറ്റീസ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസിനെ രൂപീകരിക്കണം. ടു കൺസോളിഡേറ്റ് പ്ലാൻ ഫ്രം പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസിന് വേണ്ടി പറയണം എന്നുള്ളതാണ് ആർട്ടിക്കൽ 243Z(d) സബ് ക്ലോസ് 1 പറയപ്പെടുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ the landscape approach will be useful in this context as it will provide deep insights to assess the potential of land and the scope of allocation and reallocation of land for appropriate uses. അതായത് ഓരോ ഭൂമിയും ഈ പറഞ്ഞ കൃത്യമായിട്ട് നമ്മൾ തരംതിരിച്ച് അത് ഏത് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാനായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തരംതിരിച്ച് നമ്മൾ അത് ഡെവലപ്പ്. ഇപ്പം ചില ഏരിയാസ് നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ ഇപ്പം ലാൻഡ് നമുക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അങ്ങ് നല്ല കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വന്നേക്കത്തില്ല. അപ്പോൾ ആ പ്രദേശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നാൽ പ്യുവർലി ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നല്ലൊരു അഗ്രികൾച്ചർ ഫീൽഡാണ്, നല്ല ഫെർട്ടൈൽ സോയിൽ ആണ് എങ്കിൽ അതിന് നമ്മൾ കൃത്യമായിട്ട് എന്തിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, നമ്മുടെ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ലാൻഡിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നെഗോസിയേഷൻസ് എളുപ്പമാകും, ട്രേഡ് ഓഫ് എളുപ്പമാകും, ഈ പറഞ്ഞ ഇവാലുവേഷൻ ലാൻഡ് ഇവാലുവേഷൻ എളുപ്പമാവുകയും ഇത്തരത്തിൽ നമ്മൾ തൊട്ടു പറഞ്ഞ പോലെയുള്ള ടെൻഷൻസും കാര്യങ്ങളും ബിറ്റ്വീൻ ഫാമേഴ്സും അതേപോലെ ഇൻഡസ്ട്രിയലിസ്റ്റും തമ്മിലുള്ള ആ ഒരു ടെൻഷൻസും കാര്യങ്ങളും നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അത്തരത്തിൽ പോയെങ്കിലേ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഫാമേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും ജീവിതത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലൈവ്ലിഹുഡിന് ഒന്നും മാറ്റം വരുത്താതെ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പാർലമെന്റേറിയൻസിനും ഈ പറഞ്ഞ പോലെ തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവർക്കും അതിൻ്റെതായ റോളുകളുണ്ട്. കാരണം കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യൂണിയൻ ലെവലിലൊക്കെയാണെങ്കിലും നിയമം നിർമ്മിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിൽ പ്രഷർ ചെലുത്താനായിട്ടും ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റേറിയൻസിനും ഈ പറഞ്ഞ പോലെ സാധിക്കുമെന്നുള്ള പോയിന്റും ഇതിനകത്ത് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു കോർഡിനേറ്റർ അപ്രോച്ചിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനും പറ്റുള്ളൂ. അതുപോലെ എൻവയോൺമെന്റിൽ ഒരുപാട് ചൂഷണം ചെയ്യാണ്ട് നമുക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്